ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജുമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പ്രൊഡക്റ്റാട്ടോ പരിചയപ്പെടുത്തണേ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അവർ എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങണത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 പീസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. റിൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കുടുംബശ്രീ അങ്ങനെ അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ലൊരു നമുക്ക് എത്രയുണ്ട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഒരു നോട്ടീസൊക്കെ ഉണ്ട്. നമുക്ക് തുണി വൃത്തിയാക്കാൻ നമുക്ക് എന്താ പറയുക, വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ തന്നെ തുണിയിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇതിൽ വെള്ളത്തിൻ്റെ കണക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര വെള്ളം എടുക്കുക, ഇതിൽ പ്രൊഡക്റ്റിന് 2.5 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ഒഴിച്ചിട്ട് അതിലൊരു 3 ഡ്രസ്സ് നമുക്ക് നല്ലോണം ഒന്ന് പതപ്പിച്ചതിന് ശേഷം അതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് തുണി വെറുതെ ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞാൽ അത് അഴുക്കൊക്കെ പോകും. അതിൽ എണ്ണമഴുക്ക് അതുപോലെയുള്ള ഒരുവിധം അഴുക്കുകളൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാം, വീട് ക്ലീനാക്കാം, കിച്ചണിൽ നമുക്ക് സ്റ്റൗവ് അതുപോലുള്ള പാത്രങ്ങൾ എല്ലാവിധ സാധനങ്ങളും ഇതൊക്കെ കണ്ണാടി വൃത്തിയാക്കാം, ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഹനങ്ങളും ആയാലും എന്തെന്നെ വാഹനങ്ങൾ, ബാത്റൂം എല്ലാ സാധനങ്ങളും വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. അതിനൊക്കെ വെള്ളത്തിൻ്റെ അതിൽ മിക്സ് ചെയ്യേണ്ട വെള്ളത്തിൻ്റെ ഒരു കണക്ക് മാത്രം വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് സാധനമായാലും വൃത്തിയാക്കി എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങളൊരു നോട്ടീസും കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് 2 എണ്ണമാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത്. സോറി കേട്ടോ, ഞാൻ 13 തരം ക്ലീനിങ് ജോലികൾക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ 13 തരം ക്ലീനിങ് നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 13 കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുണികൾ അലക്കണം, തറ വൃത്തിയാക്കുക, കിച്ചൺ ക്ലീനിങ്, ഗ്ലാസ് ഉപകരണങ്ങൾ, ഡൈനിങ് ടേബിൾ, അങ്ങനെ എല്ലാതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഓരോ കാര്യത്തിനും എത്ര വേണം എന്നുള്ള ഡീറ്റെയിൽസ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് ഇത്ര വെള്ളത്തിൽ ഇത്ര മില്ലി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉപയോഗം നടക്കും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ
എൻ്റെ ആദ്യമായിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്യുന്നതൊന്ന് നോക്കട്ടെ. അപ്പോൾ അടുക്കളയിൽ സ്റ്റൗവ് വലിയ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 60 മില്ലി വെള്ളത്തിൽ 30 മില്ലി ചേർത്ത് ഉപയോഗിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കാം. ഇതിൽ അത് കെമിക്കലില്ലാത്തത് കൊണ്ട് നമുക്ക് കൈക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല എന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവ് മാത്രമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു ഇതിൻ്റെ ബോട്ടിലിൽ തന്നെ നമുക്ക് പക്ഷേ നല്ല കട്ടിയുള്ളൊരു ലിക്വിഡ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള ലിക്വിഡ് കേട്ടോ. ഇതൊന്ന് നന്നായി കയ്യുമ്മ നേരിട്ടിട്ടായാലൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. അത്രയും കെമിക്കലില്ല എന്നാണ് പറയണത്. ഇത് നമുക്ക് ഇതൊന്ന് നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനെൻ്റെ സ്റ്റൗവിൻ്റെ ഇതുമേലൊക്കെ കുറച്ചിങ്ങനെ കാറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമേലൊന്ന് നമുക്കിതൊന്ന് നന്നായി ഒന്ന് പറ്റി പിടിപ്പിച്ച് നോക്കാം. ഇതിലൊക്കെ ഇതിങ്ങനെ വെറുതെ ഒന്ന് പരട്ടിയിട്ടിട്ട് തുണി കൊണ്ട് തുടച്ചാൽ വരെ പോകുമെന്നാണ് പറയണത്. അത്രയും നമുക്ക് ഒന്ന് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. പറഞ്ഞ് അങ്ങനെ ആക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉണ്ടാവില്ലേ. ഇനി സൈഡൊക്കെ അങ്ങനെ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇത് വരട്ടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ. നമുക്കിതൊന്ന് തുടച്ച് നോക്കാം. ഇങ്ങനെ നേരം കൊണ്ടാക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. ഞാനിവിടെ സ്റ്റീലോട് എടുത്തിട്ടൊന്ന് ഉരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പോകുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഉരക്കുമ്പോഴേ പോകുന്നുണ്ട് കേട്ടോ. നല്ല അധികം പ്രസ് ചെയ്യാണ്ട് തന്നെ ഉരക്കുമ്പോൾ തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഓ അതെങ്ങനെ തുടച്ച് നോക്കാം. ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഇതിനകത്തുനിന്ന് അങ്ങനെ അരച്ചിട്ടുള്ളൂ കേട്ടോ. എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം. ഒരു തുണി എടുത്തിട്ട് തുടക്കുന്നുണ്ട്. ഹലോ നല്ലോണം സ്റ്റീൽമേലുള്ള കറൊക്കെ പോയിട്ടോ. ഇത് കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ, നന്നായി ക്ലീൻ ആവുന്നുണ്ട്. ഇനി നമ്മളിത് അതിൻ്റെ മേലത്തെ ആ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതുമ്പോൾ നമ്മളിത് ഒന്ന് ഫസ്റ്റിൽ അതുമ്പോഴാണ് ഞാൻ പരട്ടി വെച്ചത് കേട്ടോ. അതൊന്ന് നമുക്ക് ഒന്ന് വെറുതെ ഉരക്കുമ്പോൾ തന്നെ ഞാൻ സ്പോഞ്ച് എടുക്കാമെന്ന് വെച്ചാൽ സ്പോഞ്ച് വാങ്ങിയത് നല്ലതില്ലാത്തതുകൊണ്ട് കേട്ടോ.
ഇപ്പോൾ നമുക്കിതിങ്ങനെ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ക്രബ് വെച്ചിട്ട് നന്നായി ഉരച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായി ക്ലീൻ ആവുന്നുണ്ട്. നമുക്കൊന്ന് ഒന്ന് തുടച്ച് നോക്കാം. അത് തുണി എടുത്തിട്ടൊന്ന് തുടക്കണ്ട കേട്ടോ. അത് നന്നായി ക്ലീൻ ആവുന്നുണ്ട്. ഇതൊക്കെ പിന്നെ വെച്ചാൽ അടുപ്പ് കുറച്ച് പഴക്കമുണ്ട് കേട്ടോ, 6-7 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ടുള്ള ഒരു കളറാട്ടത്. മറ്റേതൊക്കെ പോയി നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ നല്ലോണം ക്ലീനായി. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ഇവിടെ മോൻ്റെ ഷർട്ടിൽ യൂണിഫോമിൽ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഡ്രസ്സിൻ്റെ കൂടെ പെട്ടിട്ട് അതിൽ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഞാനൊന്ന് ഇതിൽ മുക്കി വെച്ച് നോക്കണുണ്ട്. എനിക്കറിയില്ല ഇത് എങ്ങനെയാവും എന്നുള്ളത്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന കാരണം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മളെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇത് നോക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷർട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ഷർട്ട് ഇതിൽ മുക്കി വെക്കണുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷണമാണ് ഇത്. ഈ കളറ് പിടിച്ചത് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് 1 മണിക്കൂറാണ് നമ്മളുടെ ഇതിൽ അഴുക്കോ ചെളിയോ ഒക്കെ പോകാൻ മുക്കി വെക്കുക. ഈ എണ്ണമഴുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുക്കി വെക്കാൻ പറയണത്. അപ്പോൾ ഞാനിതൊരു 1 മണിക്കൂർ, ഇപ്പോൾ കളർ പിടിച്ച കാരണം ഞാനിതുപോലെ ഒരു മണിക്കൂറോളം വെക്കണുണ്ട്. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാനിവിടെ ഷർട്ട് മറ്റേ ഒരു റെഡ് കളർ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ പ്രൊഡക്റ്റിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ടും അത് പോയില്ല. പക്ഷേ ഞാൻ അത് ഒന്ന് ആ ലിക്വിഡിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരുവിധം കളറുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യണം കേട്ടോ. ഇതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പോവുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ തിളപ്പിക്കാൻ വെച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ആ റെഡ് കളർ പിടിച്ചത് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ കളറ്, വെള്ളത്തിൻ്റെ കളറ് മാറി തുടങ്ങി. അതിൻ്റെ ആ ഒരു കളറ് അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോൾ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വേറെ ഡ്രസ്സിൻ്റെ കളർ ഇതിൽ നിന്ന് പിടിച്ചതാട്ടോ. അതിൽ മോൻ്റെ യൂണിഫോം ആയിരുന്നേ. അപ്പോൾ ഞാനത് എന്തായാലും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ ഇത് തനിയെ മുക്കി വെച്ചപ്പോൾ കളറ് പോയില്ല. ഞാനൊന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ ആ കളറ് പോയിട്ടുണ്ട്. ഞാനിത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളർ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഞാൻ നന്നായി ആ ലിക്വിഡിൻ്റെ ഇതിൽ തന്നെ ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ നമ്മൾ കളർ പിടിച്ചത് ഫുള്ള് പോയിരിക്കണ്. മാഷാ അല്ലാഹ്. കാരണം ഞാൻ കളറ് പിടിച്ചാൽ ഞാൻ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഡ്രസ്സ് അത് കളയാട്ടോ ചെയ്യാറ് സാധാരണ. എൻ്റെ നിന്ന് പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് കളറൊക്കെ ഫുള്ള് പോയി. അതും ഒരു ചുവപ്പ് കളറായിരുന്നു.
അപ്പോൾ എവിടെയില്ല കളർ കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഭാഗത്തും ഇപ്പോൾ ആ കളറേ ഇല്ല. എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഗുണം പറയാതെ വയ്യ. നല്ലൊരു, ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണതെങ്കിലും എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കളർ ഡ്രസ്സും ഇതേപോലെ എല്ലാ കളർ ഡ്രസ്സ് നമ്മൾ ഇതേപോലെ കഴുകി എടുക്കുക. കാരണം അതിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് കളറൊന്നും പോവില്ല. പിന്നെ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുക്കി വെക്കാം. അതും ഈ പറഞ്ഞ പോലെ ഇത്ര അതിൽ കാറ്റലോഗിലുള്ളത് പോലെ ഇത്ര വെള്ളത്തിൽ ഇത്ര മില്ലി ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് 1 മണിക്കൂർ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ച് ഒരു അതിൽ അതിൻ്റെ കണക്കൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കണക്കിനനുസരിച്ച് നമ്മളൊരു തുണി മുക്കി വെച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കുതിർത്തി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ആക്കുക. എന്നാൽ അതിൽ ഇതിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അതിലത്തെ അഴുക്ക്, അതുപോലെ എണ്ണമെഴുക്ക്, അച്ചാറിൻ്റെ എണ്ണമെഴുക്ക്, അങ്ങനെയുള്ള ഫുഡിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും ഈ 1 മണിക്കൂറിൽ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് വെറുതെ ഒന്ന് ഉരച്ചിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. വാഷിംഗ് മെഷീനിൽ പോലും ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ തന്നെ ഉണ്ടായത്. ഇപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ വെറുതെ ഊരിയെടുത്താൽ മതി, ഫുള്ള് കളറ് പോയി. അപ്പോൾ ഇതിനിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കയ്യിൽ ഉരക്കേണ്ട ഒരു ഇത് പോലും ഇല്ല. എല്ലായിടത്തുനിന്നും അതിൻ്റെ ആ ഒരു ഫുള്ള് കളറ് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണല്ലേ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കാറ് വാഷ് ചെയ്യാൻ, കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ വെട്ടി തിളങ്ങണം കേട്ടോ. ഞാനിപ്പോൾ അത് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ലതും കാണിക്കണില്ല. ഇനി ഇതേപോലെ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ കാണിക്കാം. പാത്രങ്ങൾ, സ്റ്റീൽ പാത്രമൊക്കെ വെറുതെ അതിന്മേൽ ഇങ്ങനെ പരട്ടി വീഴുമ്പോഴത്തേനും അതിന്മേലത്തെ അഴുക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്, പിന്നെ മേശ, കസേര, ഫർണിച്ചർ, ഫ്രിഡ്ജ്, കാറിൻ്റെ ഫുള്ള് ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുക. അതുപോലെ എല്ലാതും 13 സാധനങ്ങൾ നമുക്ക് വാഷ് ചെയ്യാമെന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഊരിയെടുത്താൽ മതി. അധികം സോപ്പ് പതൊന്നും നമുക്കതിൽ അധികം നേരം നിൽക്കൊന്നുമില്ല. കുറേ നമ്മൾ സാധാരണ സോപ്പും പൊടി ഉപയോഗിക്കുമ്പോൾ കുറേ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ പത പോകുന്നവരെ. ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. കുറച്ച് വെള്ളത്തിൽ തന്നെ നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാനിത് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഷർട്ടിൻ്റെ കളർ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ അതിൽ പിടിച്ചിട്ടുള്ള ആ കളറ് റെഡ് കളറായിരുന്നു. ഒരു റെഡ് ഇതിൽ റെഡ് ഒരു ഇതിൽ കളർ ഒരു റോസ് പോലത്തെ കളറായിരുന്നു പിടിച്ചപ്പോൾ. റെഡ് കളറാണ് പിടിച്ചത്. അപ്പോൾ അത് ഫുള്ള് പോയി. ഒരു ഭാഗത്തും ഒരു ഇത് പോലും ബാക്കി വന്നിട്ടില്ല. എല്ലാതും പോയിട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, പ്രയോജനപ്പെട്ടിട്ടുള്ളൊരു ലിക്വിഡാണ് നമുക്ക് ഇത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനെന്താ ഇക്കാടെ ഷർട്ടുകൾ, അതുപോലെ കുട്ടികളുടെ ഷർട്ടുകളൊക്കെ അതുപോലെ കളറ് പിടിച്ച് കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യുക വെച്ചാൽ അവരറിയാണ്ട് പിന്നെ അത് കളയുക ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ കാണാത്ത രീതിയിൽ അത് കളയും. പക്ഷേ ഇനി എനിക്ക് ധൈര്യമായി ഇത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആയാലും അത് കഴുകിയെടുക്കുക എന്നുള്ളൊരു ധൈര്യം വന്ന്. ഇനി ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് പോലും കളയേണ്ടി വരില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ 13ഓളം കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.